ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് ബൈ ആനി ഡില്ലാർഡ്. സോ ഫസ്റ്റ് വി നീഡ് ടു നോ അബൌട്ട് ആനി ഡില്ലാർഡ്. ആനി ഡില്ലാർഡ് വാസ് ബോൺ ഓൺ 13th April 1945 in Pittsburgh, Pennsylvania, United States. Her essays of contemplation on the world of nature made the American author extremely popular. So she is very closely associated with nature എന്ന് വേണമെങ്കിൽ പറയാം. Then her curriculum vitae denotes she has no religion and she is a democrat. ഒരു സെക്യുലർ വ്യൂ പോയിന്റ് കൂടിയുള്ള ഒരാളായിരുന്നു ആനി ഡില്ലാർഡ്. Her prose is richly poetic and densely philosophic. When she writes, strange things become familiar and vice versa. അത് ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള തിങ്സ് അതൊക്കെ നമുക്ക് ഫെമിലിയർ പോലെയും അതുപോലെ തന്നെ ഫെമിലിയർ തിങ്സ് സ്ട്രേഞ്ച് ആയിട്ടും കാണിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ആനി ഡില്ലാർഡിൻ്റെ റൈറ്റിങ്സിലെല്ലാം കാണാൻ പറ്റും. So in Pilgrim at Tinder Creek, Dillard looks at the marvels of nature and searches for God. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഈ പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മാർവൽസ് ഓഫ് നേച്ചറിലുള്ള അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ ദ സെർച്ച് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടിയുള്ള ആ തിരച്ചിലുമാണ് ഇവിടെ കാണിക്കുന്നത്. Then, as she rightly puts it, she is a theologian undertaking a pilgrimage into nature. She scrutinizes nature with monastic patience and a microscopic eye. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു തിയോളജിക്കൽ വ്യൂ പോയിന്റിലൂടെ നേച്ചറിനെ നോക്കി കാണുന്നു, അതാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോസ്കോപ്പിക് ഐ, അതായത് സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് നേച്ചറിലെ നമ്മൾ ശ്രദ്ധിക്കാത്ത മൈന്യൂട്ട് തിങ്സ് പോലും ഡില്ലാർഡ് ശ്രദ്ധിക്കുന്നു, അതിനെക്കുറിച്ചിട്ട് എഴുതുന്നു. അങ്ങനെയുള്ളൊരു ചാപ്റ്ററാണ് പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക്. നമുക്കറിയാം പിൽഗ്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ളൊരു ജേണിയാണ് പുണ്യസ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. ദെൻ ടിൻഡർ ക്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വയലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന ചാലുകൾ, അതിനെ പാടത്ത് വയലുകളിൽ ഉണ്ടാകുന്ന ചാലുകളാണ് ക്രീക്ക്. അപ്പം അങ്ങോട്ടുള്ളൊരു പിൽഗ്രിമേജാണിത്. അപ്പോൾ ഈ ദൈവത്തിലോട്ടുള്ള അത്രയും ഡിവോഷണൽ ടൈപ്പ് ഓഫ് പിൽഗ്രിമേജാണ് നമ്മുടെ ആനി ഡില്ലാർഡ് എന്ത് ചെയ്യുന്നത്, ഈ നേച്ചറിലോട്ട് നടത്തുന്നത്. ദെൻ ഡില്ലാർഡ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഹാഡ് എ വെരി ജോയ്ഫുൾ ചൈൽഡ്ഹുഡ് ആൻഡ് ഷീ യൂസ് ടു റീഡ് ഓൺ എ വൈഡ് റേഞ്ചസ് ഓഫ് സബ്ജക്ട്സ് സച്ച് ആസ് ജിയോളജി, natural history, etymology, poetry and so on. So her mother influenced her a lot to shape her holistic approach to nature. Then she was awarded Pulitzer Prize for General Notification in 1975 for her work Pilgrim at Tinder Creek. So Pilgrim at Tinder Creekൻ്റെ ഇയർ എന്ന് പറയുന്നത് 1974 ആണ്. Then she got Pulitzer Prize for this general non-fiction in 1975 for Pilgrim at Tinder Creek. Then this book has been described as a naturalist classic. നമ്മുടെ ഈ ഒരു ബുക്കിന് നാച്ചുറലിസ്റ്റ് ക്ലാസിക് എന്ന് വേണമെങ്കിൽ പറയാം. Then Annie Dillard says that initially she had thought this book would be read only a few months, but after the book won Pulitzer Prize for General Non-Fiction, it reached a much larger audience. അപ്പോൾ ഇവിടെ ഡില്ലാർഡ് തന്നെ പറഞ്ഞിരുന്നത് ഈ ഒരു ബുക്ക് വായിക്കുന്ന ആളുകൾ മെയിനായിട്ട് മങ്സ്, സന്യാസികൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കും വായിക്കുക എന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയതിന് ശേഷം ഈ ബുക്ക് പോപ്പുലറായിട്ട് ആളുകളെല്ലാം വായിച്ചു തുടങ്ങി. ഡില്ലാർഡ് സേസ് അബൌട്ട് ദി വർക്ക്, ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് കീപ്പിംഗ് മൈ ഐസ് ഓപ്പൺ. പറയാണ് ഈ വർക്കിലുള്ള കാര്യങ്ങൾ എന്താണ്, എൻ്റെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങൾ, അതാണ് ഈ വർക്കിൽ ഉള്ളത്. സോ പിൽഗ്രിംസ് അറ്റ് ടിൻഡർ ക്രീക്ക് ഇറ്റ്സ് എ മെഡിറ്റേഷൻ ഓഫ് നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. Then it is a personal narrative revealing the writer's exploration during a whole year on foot in her neighborhood in Tinder Creek in Virginia. So വെർജീനിയയിലുള്ള ടിൻഡർ ക്രീക്കിലാണ് ഈ ഒരു ബുക്ക് എഴുതാനുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവിടെ വിസിറ്റിന് പോയപ്പോൾ ആനി ഡില്ലാർഡ് കണ്ടിട്ടുള്ള കാഴ്ചകൾ, ആ ഒരു വയൽ ക്രീക്ക്
ആ ചാല് അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ ഉള്ളത്. ദെൻ പിന്നെ ഇതിൽ നമുക്കൊരു ക്രിയേറ്റേഴ്സ് വിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പർപ്പോട്ട്, അതായത് പൊരുൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആനി ഡിലാർഡ് ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പിന്നെ പറയാനുള്ളത് ഡില്ലാർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് തോറോ. അപ്പോൾ തോറോയുടെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വാൾഡൻ. അപ്പോൾ അതിലൊരു ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് ഡില്ലാർഡ് മെയിനായിട്ട് ഈ പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക് എന്നുള്ള ഒരു ബുക്ക് എഴുതാനുള്ള കാരണം. So, in The Pilgrim at Tinder Creek, Dillard does not discuss her memories of the past, her motives, or the house she lives in or people around her. There are no explicit opinion about society. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഓർ ദ ഹൗസ് ഓർ എനി അതർ തിങ്സ്. ഷീ ഈസ് ഓൺലി കോൺസെൻട്രേറ്റഡ് ഓൺ ദ ടിൻഡർ ക്രീക്ക്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. സോ ഷീ ബിഗിൻസ് വിത്ത് ദ കോമൺ എക്സ്പീരിയൻസ്. നമ്മളെല്ലാവരും കാണുന്ന വസ്തുക്കൾ, അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ലാസ്റ്റിലോട്ടാണ് ഫിലോസഫിക്കൽ പാർട്ട് ഓർ റിലീജിയസ് വ്യൂയിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ്: A couple of summers ago, I was walking along the edge of the island to see what I could see in the water, and mainly to scare frogs. Frogs have an intelligent way of taking off from invisible positions on the bank just ahead of your feet in dire panic, emitting a froggy yike and splashing into the water. Incredibly, this amused me, and incredibly, it amuses me still. സോ ഇവൾ എന്ത് ചെയ്യുന്നു, നടക്കുകയാണ്, ഈ പാടത്തിൻ്റെ വക്കത്തൂടെ നടക്കുകയാണ്. സോ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്കെയർ ഫ്രോഗ്സിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രോഗ്സിനെ അവൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഈ ഫ്രോഗ്സിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്ക് ഇങ്ങനെ വെള്ളത്തിലോട്ട്, നമ്മളെ ആളുകൾ വരുമ്പോൾ വെള്ളത്തിലോട്ട് ചാടാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകാനും അങ്ങനെയുള്ള ഒരു കഴിവ് ഫ്രോഗ്സിനുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഫ്രോഗി യൈക്ക് കാണുമ്പോൾ അവൾക്ക് എന്താണ്, അമ്യൂസ്മെൻറ്റ്, അതായത് അത്ഭുതമാണ് തോന്നാറ്. അപ്പോൾ ഈ തവള ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് അദൃശ്യമായ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ചാടിയിട്ട് വെള്ളത്തിലോട്ട് പോകുന്നത്. ദെൻ as I walked along the grassy edge of the island, I got better and better at seeing frogs both in and out of the water. I learned to recognize, slowing down, the difference in texture of the light reflected from mud bank, water, grass, or frog. Frogs were flying all around me. അപ്പോൾ ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ ഇവൾക്ക് എന്ത് സംഭവിച്ചു, ചെളിയുടെ ഭാഗത്തു നിന്നും വെള്ളത്തിൽ നിന്നും പുല്ലിൽ നിന്നും അല്ലെങ്കിൽ തവളകളിൽ നിന്നൊക്കെ പ്രതിഫലിക്കുന്ന പ്രകാശത്തിൻ്റെ നിറഭേദങ്ങളിൽ വ്യത്യാസം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവൾ. അതുപോലെ തന്നെ ഇവൾ പറയാണ്, എൻ്റെ ചുറ്റും തവളകൾ പറക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. At the end of the island, I noticed a small green frog. He was exactly half in and half out of the water, looking like a schematic diagram of an amphibian, and he didn't jump. ദെൻ അവൾ നടന്നിട്ട് ഐലൻഡ്, അതായത് ദ്വീപിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ഒരു ചെറിയ പച്ച നിറത്തിലുള്ള ഒരു തവള, ഗ്രീൻ ഫ്രോഗിനെ അവൾ കാണുകയാണ്. സോ ഇവളതിനെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നു. ഇത് മൈക്രോസ്കോപ്പിക് ഐയിലൂടെയാണ് നോക്കുന്നത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് അവൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് പകുതി വെള്ളത്തിലും ഹാഫ് ഔട്ട് ഓഫ് വാട്ടർ, പകുതി വെള്ളത്തിന് പുറത്തുമായിട്ടാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു, അതിനെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എ സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ആംഫിബിയൻ എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇവളതിനെ കണ്ടിട്ടും ആ ഫ്രോഗ് എന്ത് ചെയ്യുന്നില്ല, ചാടുന്നില്ല. He didn't jump. I crept closer. At last I knelt on the island's winter-killed grass, lost, dumbstruck, staring at the frog in the creek, just 4 feet away. He was a very small frog with wild, dull eyes, and just as I looked at him, he slowly crumbled and began to sag.
The spirit vanished from his eyes as if snuffed. His skin emptied and drooped. His very skull seemed to collapse and settle like a kicked tent. He was shrinking before my eyes like a deflating football. I watched the taut, glistening skin on his shoulders wreck and rumble and fall. Soon part of his skin, formless as a pricked balloon, lay in floating folds like bright scum on the top of the water. It was a monstrous and terrifying thing. I gaped, bewildered, appalled. An oval shadow hung in the water behind the drained frog, and the shadow glided away. The frog's skin bag started to sink. അപ്പോൾ ഡില്ലാർഡ് നോക്കിയപ്പോൾ ഈ തവള എന്ത് ചെയ്യുന്നില്ല, ചാടുന്നില്ല. സോ ഒന്നുകൂടി അടുത്ത് പോയി നോക്കുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ഇവൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മഞ്ഞിൽ ഉണങ്ങിയ പുല്ല് അതിൽ മുട്ട് കുത്തിയിട്ട് ഇവൾ കുറച്ചുകൂടിയും ക്ലോസ് ആയിട്ട് ഈ തവളേനെ നോക്കുകയാണ്. അപ്പോൾ ഈ തവളയും ഇവളും നമ്മുടെ ആനി ഡില്ലാർഡും തമ്മിലുള്ള ദൂരം ജസ്റ്റ് 4 feet അവേ ആയിരുന്നു. അപ്പോൾ ഈ തവളയുടെ കണ്ണുകളിൽ തിളക്കം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ദെൻ അവൾ അതിനെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ തവള എന്ത് ചെയ്യുന്നു, സാവകാശത്തിൽ എന്ത് സംഭവിച്ചു, ചുരുങ്ങുകയും വളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദെൻ കണ്ണിലെ ആ ഗ്ലോ, ആ ഒരു ഷൈനസ് അതങ്ങോട്ട് പോയി. പിന്നെ അതിൻ്റെ സ്കിന്ന് അതൊക്കെ എന്താണ്, ഉൾവലിഞ്ഞങ്ങോട്ട് വലിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ തല പൊട്ടിത്തെറിക്കുകയും, ഈ തല പൊട്ടിത്തെറിക്കുന്നത് അതായത് തലേന്ന് ഇങ്ങനെ ചുങ്ങി വരുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്തിരിക്കുന്നത് ലൈക്ക് എ കിക്ക്ഡ് ടെൻറ്റ് എന്നാണ്. അതായത് ഒരു കൂടാരം പൊളിഞ്ഞു വീഴുന്നത് പോലെയാണ് ആ തല അങ്ങനെ പോകുന്നത്. പിന്നെ ഒരു കാറ്റ് പോയ ഫുട്ബോൾ പോലെ, ലൈക്ക് എ ഡിഫ്ലേറ്റിംഗ് ഫുട്ബോൾ, അതേപോലെ എന്ത് സംഭവിക്കുന്നു, ആ തവള ചുരുങ്ങി വരികയായിരുന്നു. അപ്പം അതിൻ്റെ തോളിന് ചുറ്റുമുള്ള വലിഞ്ഞു മുറുകിയിട്ടുള്ള ആ ഒരു തൊലി, ആ ഗ്ലോയിങ് സ്കിന്നെ അതൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ഒരു ബലൂൺ ഇങ്ങനെ താഴ്ന്നു പോകുന്ന പോലെ അങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നി. അപ്പോൾ ഈ സമയത്ത് വെള്ളത്തിൻ്റെ മുകളിലൊരു തിളങ്ങുന്ന പോലെ ഒരു പത പോലത്തെ ഒരു സാധനം അവന്ത് ചെയ്തു, ഈ തവള അതിനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ തവള ചുക്കിച്ചുളിഞ്ഞ് ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു നിഴൽ, ഒരു ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, താഴത്തോട്ട് പോയിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി അങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്, ആ സ്കിന്ന്. I had read about Jane Waterbuck but never seen once. അപ്പോൾ ആ സമയത്താണ് എഴുത്തുകാരി എന്ത് കണ്ടത്, ഒരു നിഴൽ പോലത്തെ സാധനം എഴുത്തുകാരിയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഈ തവള മുങ്ങി താവാൻ തുടങ്ങിയപ്പോഴാണ് ഇതെന്താ സംഭവം എന്നുള്ള ഒരു കാര്യം നോക്കുന്നത്. അപ്പോൾ ഈ തവളയുടെ തൊലി ഫുള്ളായിട്ട് മുങ്ങി. ഇനി വാട്ടർ ബഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തവള അതോടുകൂടി അവസാനിച്ചു. ഇനി നെക്സ്റ്റ് പറയുന്നത് വാട്ടർ ബഗിനെയാണ്. സോ പറയുന്നത്, ഞാൻ വാട്ടർ ബഗിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, ബട്ട് ഞാൻ ഇതൊരൊന്നിനി കണ്ടിട്ടില്ല. ജയൻറ്റ് വാട്ടർ ബഗ്, വളരെ വലിപ്പമുള്ള അല്ലെങ്കിൽ വളരെ ഭാരമുള്ള ഒരു വാട്ടർ ബഗ് ഈസ് റിയലി ദ നെയിം ഓഫ് ദി ക്രീച്ചർ വിച്ച് ഈസ് എനോമസ് ഹെവി ബോഡീഡ് ബ്രൗൺ ബഗ്. അപ്പോൾ ഭയങ്കര വലുതാണ്, ഭാരമുള്ള ശരീരത്തോടു കൂടിയ ബ്രൗൺ കളറിലുള്ള ബഗ്ഗാണ് നമ്മൾ കണ്ടത്. അതാണ് ഈ തവളേനെ എന്ത് ചെയ്തത്, ചുരുക്കിയത്. ഇറ്റ് ഈറ്റ്സ് ഇൻസെക്ട്സ്, ടാഡ്പോൾസ്, ഫിഷ് ആൻഡ് ഫ്രോഗ്സ്. അപ്പോൾ അതെന്തിനൊക്കെ തിന്നും, പ്രാണികളേനെ, അതുപോലെ തന്നെ തവളക്കുട്ടികളേനെ, മത്സ്യക്കുട്ടികൾ അതിനൊക്കെ തിന്നുമായിരുന്നു. Its grasping forelegs are mighty and hooked inward. It seizes a victim with these legs, hugs it tight, and paralyzes it with enzymes injected during a vicious bite. അപ്പോൾ ഇതിൻ്റെ കാലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് കാലുകളായിരുന്നു. അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള കാലുകളാണ്, ഉള്ളിലേക്ക് വളഞ്ഞ പോലത്തെ കാലുകളാണ്. അപ്പോൾ എന്ത് ചെയ്യും, കാലുകൊണ്ട് ഒരു ഇരേനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, വലിഞ്ഞു മുറുക്കും, എന്നിട്ട് ഒന്ന് കടിക്കും, ബൈറ്റ് ചെയ്യും. ആ ബൈറ്റിലൂടെ എന്ത് ചെയ്യും, ഈ വാട്ടർ ബഗിലുള്ള വിഷം ഇരയുടെ മേത്തേക്ക് കടത്തിവിടും. അപ്പോൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് വിഷം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇരയുടെ മസിൽസൊക്കെ എന്ത് ചെയ്യും,
മസിൽസും ബോണും ഓർഗൻസും സ്കിന്ന് വരെ എന്ത് ചെയ്യും, ഈ വിഷത്തിൽ അലിഞ്ഞ് ജ്യൂസായി മാറും എന്നാണ് പറയുന്നത്. So victims' muscles and bones and organs, all but the skin, and through its giant water bug sucks out victim's body reduced to a juice. അപ്പോൾ അങ്ങനെ ജ്യൂസാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. This event is quite common in warm fresh water. കാരണം ഈ ഒരു ഇവൻറ്റ് വാം ഫ്രഷ് വാട്ടറിൽ എപ്പോഴും ശുദ്ധജലം അതിൽ വളരെ സാധാരണമാണ്. The frog I saw was being sucked by a giant water bug. അപ്പോൾ പറയുന്നത് ഞാൻ നേരത്തെ കണ്ട തവള അതിന് ഇതുപോലെ ജയൻറ്റ് വാട്ടർ ബഗ് സക്ക് ചെയ്തതാണ്. When the unrecognizable flap of frog skin settled on the creek bottom, swaying, I stood up and brushed the knees of my pants. I couldn't catch my breath. പറയാണ് ഈ തവള നേരത്തെ ഈ ബഗ് കടിച്ച തവളയുടെ തൊലി അതിങ്ങനെ താഴത്തോട്ട് പോയിട്ട് ബോട്ടം അടിഭാഗത്ത് സെറ്റിലാവുകയാണ്. സോ ഡില്ലാഡ് എണീറ്റിട്ട് ആ പുല്ലിലിരുന്നതല്ലേ, അപ്പോൾ അവിടുത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗമൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഈ ഒരു സംഭവം ഡില്ലാഡിൻ്റെ മനസ്സിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അപ്പോൾ അവൾക്ക് ശ്വാസം വിടാൻ വരെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാണ്. Of course, many carnivorous animals devour their prey alive. The usual method seems to be to subdue the victim by drowning or grasping it so it can't flee, then eating it whole or in a series of body bites. അറിയാം കാർണിവോറസ് ആനിമൽസ്, അതായത് മാംസബുക്കുകൾ, അവരൊക്കെ എങ്ങനെയാണ് ഒരു ഇരേനെ ജീവനോടെ മുഴുങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ബലം പ്രയോഗിച്ചിട്ട് ഇരേനെ കീഴ്പ്പെടുത്തിയിട്ട് അതിനെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം ബൈറ്റ് ആയിട്ടോ അതിനെ തിന്നുന്നു. Frogs eat everything whole, stuffing prey into their mouths with their thumbs. People have seen frogs with their wild jaws so full of live dragonflies and they couldn't close them. Ants don't even have to catch their prey in the spring. They swam over newly hatched featherless birds in the nest and eat them tiny bite by bite. അപ്പോൾ പറയാണ് ഇനി ഓരോ ജന്തുക്കൾ എങ്ങനെയാണ് തിന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തവളകൾ എന്ത് ചെയ്യും, അവരുടെ വായ അടയ്ക്കാൻ സാധിക്കാത്ത തരത്തിൽ വായയിൽ എന്ത് സംഭവിക്കും, പാറ്റകളേനെയൊക്കെ നിറച്ചിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഉറുമ്പുകളാണെങ്കിലോ അവർക്ക് ഇരയേനെ പിടിക്കാനൊന്നും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അവരെന്താണ് ചെയ്യുക, ഈ സീസൺ പറയുന്നുണ്ട്. സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് സീസൺ ആകുമ്പോൾ ഉറുമ്പുകൾ എന്ത് ചെയ്യും, പക്ഷിക്കൂടുകളിൽ പുതിയതായിട്ട് പുതിയതായിട്ട് വിരിഞ്ഞിട്ടുള്ള ഭക്ഷ്യത്തെ തൂവലൊന്നും വന്നിട്ടില്ലാത്ത കുട്ടികളെ എന്ത് ചെയ്യും, അവർ ചുറ്റും കൂടിയിട്ട് കടിച്ചിട്ട് തിന്നുകയാണ് ചെയ്യാറ്. ഇനി നെക്സ്റ്റ് നമ്മൾ ദൈവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്രിയേറ്റർ ഗ്രേറ്റ്നെസ് ആണ് പറയുന്നത്. That is rough out there and Chansey is not surprised. Every living thing is a survivor on a kind of extended emergency biovac, but at the same time we are also created. പറയാണ് നമുക്കറിയാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യണം. അപ്പോൾ സർവൈവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടേതായ തരത്തിൽ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് വാട്ടർ ബഗ് തവളേനെ പിടിക്കുന്നതാണ്. ഇൻ ദ ഖുറാൻ Allah asked, "The heaven and the earth and all in between, thinkest thou I made them in just?" അപ്പോൾ ഇതൊരു ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെ ഖുറാനിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വർഗവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതെല്ലാം തന്നെയും ഞാൻ സൃഷ്ടിച്ചത് തമാശയ്ക്കാണെന്ന് നീ കരുതുന്നുവോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. എല്ലാറ്റിനും ഓരോ പേർപ്പസ് അല്ലെങ്കിൽ ഒരു കർമ്മം ഉണ്ട്. What do we think of the created universe spanning an unthinkable void with an unthinkable profusion of forms? Or what do we think of nothingness, those sickening reaches of time in neither direction? അപ്പോൾ ചോദിക്കുകയാണ്, ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ യൂണിവേഴ്സ്. അതിൽ ജീവജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രപഞ്ചം
എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു സംഭവമാണ് പ്രപഞ്ചം. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ഈ ഒരു വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഫുൾഫിൽഡ് ആണ്. ഇഫ് ദ ജൈൻറ്റ് വാട്ടർ ബഗ് വാസ് നോട്ട് മെയ്ഡ് ഇൻ ജസ്റ്റ്, വാസ് ഇറ്റ് ദെൻ മെയ്ഡ് ഇൻ ഏണസ്റ്റ്? അപ്പോൾ ചോദിക്കുകയാണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജെയിൻറ്റ് വാട്ടർ ബഗ്, ഈ ഒരു വലിയ വാട്ടർ ബഗ് തമാശയ്ക്കല്ല സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഈ ജെയിൻറ്റ് വാട്ടർ ബഗിൻ്റെ കർത്തവ്യം? Pascal uses a nice term to describe the notion of the creators once having called forth the universe, turning his back to it, dies absconditus. Is this what we think happened? Was the sense of it there, and God absconded with it, ate it like a wolf who disappeared round the edge of the house with a Thanksgiving turkey? അപ്പോൾ ഇനി പറയാണ്, നമ്മുടെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടിയോട് മൈൻഡ് ചെയ്യാണ്ട് പുറം തിരിഞ്ഞ് നിൽക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ആനി ഡില്ലാർഡ് ചിന്തിക്കുകയാണ്. പിന്നെ ഈ വാട്ടർ ബഗ് പിന്നെ എന്തിന് നന്മയ്ക്കായിട്ടാണോ ഉണ്ടാക്കിയത്? ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാസ്കൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദം അവൾക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ പാസ്കൽ പറഞ്ഞിട്ടുള്ളത് ഡിയസ് അബ്സ്കാൻഡിറ്റസ്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ ദേവൂസ് എന്നാണ് വരിക. അപ്പോൾ അതായത് ഹിഡൻ ഗോഡ്, മറഞ്ഞിരിക്കുന്ന ദൈവം. അതായത് ദൈവം എന്താണ്, ഒരു കൗശലക്കാരനാണ്, സൃഷ്ടിക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ താങ്ക്സ് ഗീവിങ് ടർക്കിയുമായിട്ട് വീടിൻ്റെ അറ്റത്ത് പോയി മറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥനായ ചെന്നായയോട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡില്ലാർഡ് ഈശ്വരനെ സാദൃശ്യപ്പെടുത്തുന്നു. ഇപ്പോൾ താങ്ക്സ് ഗീവിങ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആചാരമാണ്. ആസ് എ പാർട്ട് ഓഫ് ഹാർവസ്റ്റ് ഒരു വീട്ടിലൊക്കെ ടർക്കീനെ കൊന്ന് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ചുട്ടിട്ടോ ഒക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ടർക്കികളെ അടിച്ചുകൊണ്ട് പോകാനായിട്ട് ചെന്നായ്കളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണോ ദൈവം? അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നതാണോ ദൈവം? മറിഞ്ഞിരുന്ന് എല്ലാ പണിയും ഒപ്പിക്കുന്ന ഒരാളാണോ ദൈവം എന്നൊക്കെ ചോദിക്കുന്നു. God is subtle, Einstein said, but not malicious. അപ്പോൾ പാസ്കൽ ഖുറാനിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, പാസ്കലിൻ്റെ എടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഐൻസ്റ്റീൻ്റെ ആണ്. God is subtle, Einstein said, but not malicious. Again, Einstein said that nature conceals her mystery by means of her essential grandeur, not by her cunning. It could be that God has not absconded but spread, as our vision and understanding of the universe have spread to a fabric of spirit and sense, though grand and subtle, so powerful in a new way that we can only feel blindly of its hem. In making the thick darkness a swaddling band for the sea, God set bars and doors and said, "Hitherto shalt thou come, but no further." But have we come even that far? Have we rowed out to the thick darkness, or are we all playing pinhole in the bottom of the boat? അപ്പോൾ പറയാണ്, ഈശ്വരനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഈശ്വരനെ കണ്ടുപിടിക്കാനോ ഗ്രഹിക്കാനോ എന്താണ് പ്രയാസമാകുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര പകയോടെ പ്രവർത്തിക്കുന്ന ഒരു ആളും അല്ല. അപ്പോൾ പ്രകൃതി, നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിസ്റ്ററി നിറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ആത്യന്തികമായ പ്രഭാവം കൊണ്ട് എന്ത് ചെയ്യുന്നു, മിസ്റ്ററി, നിഗൂഢത മറച്ചു പിടിക്കുന്നു. അതുപോലെ തന്നെ അല്ലാതെ അത് അവളുടെ കൗശലം കൊണ്ടല്ല എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. നോട്ട് ബൈ ഹെർ കണ്ണിങ്. ഇപ്പം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയൊന്നുമല്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അദൃശ്യവും മനോധർമ്മവും കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിർമ്മിതിയിൽ അദ്ദേഹം പൂർണ്ണമായും വ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഡില്ലാർഡ് ഇതിൽ പറയുന്നത്. സോ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരവും അതിസൂക്ഷ്മവുമാണ്. ഒരു അതിശക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗോഡ്. അതിനാൽ തന്നെ ഇതിൻ്റെ ഒരു അരിക് മാത്രമേ അന്ധമായിട്ടെങ്കിലും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുകയുള്ളൂ.
ഈശ്വരൻ അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടി, അതായത് താൻ എന്ത് സൃഷ്ടിച്ചോ അതിനെ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുവാൻ നിയന്ത്രണങ്ങളും വാതിലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാണ് സെറ്റ് ബാർസ് ആൻഡ് ഡോർസ്, അതായത് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനത്തിന് നീ ഇത്രത്തോളം മനസ്സിലാക്കിയാൽ മതി, അങ്ങനെ ഒരു സെറ്റ് ബാർസ് ആൻഡ് ഡോർസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് സെറ്റ് ഹിതർടു ഷാൽ ദൗ കം ബട്ട് നോട്ട് ഫാർ, എന്നിട്ട് പറയാണ് ഇതുവരെ നിനക്ക് വരാം, എന്നാൽ ഇതിനപ്പുറത്തേക്ക് സാധ്യമല്ല എന്ന് ദൈവം പറയുന്നുണ്ട് എന്നാണ് നമ്മുടെ ആനി ഡില്ലാർഡ് പറയുന്നത്. ദെൻ അതേസമയം തന്നെ നമുക്ക് അനുഭവിച്ച പരിധി വരെ പോലും പോകാൻ നാം ശ്രമിക്കാറില്ലെന്ന് അവൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ദൈവം നമുക്ക് ബാർസ് ആൻഡ് ഡോർസ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊരു കാര്യത്തിനെ അനലൈസ് ചെയ്യാനോ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുവാനോ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ മെനക്കെടുന്നില്ല. അതിലുപരി നമ്മൾ ചീട്ടുകളിയിൽ, പിൻഹോൾ എന്ന് പറഞ്ഞ കാർഡ് ഗെയിമാണ്, ചീട്ടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സമയം ചെലവഴിക്കുന്നു. നമ്മൾ വേസ്റ്റ് ചെയ്യുക എന്നാണ്, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്നാണ് ആനി ഡില്ലാർഡ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗോഡിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മിസ്റ്ററീസിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് അനലൈസ് ചെയ്യാനോ ഒന്നും തന്നെ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ടൈം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആനി ഡില്ലാർഡ് നമുക്ക് എന്ത് കാണിച്ചു തന്നു, ഒരു വാട്ടർ ബഗ് എങ്ങനെ ഒരു തവളേനെ കൊല്ലുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ദൈവമുണ്ടോ, ദൈവം തന്നെയാണോ വാട്ടർ ബഗിനെ സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിൽ ഖുറാൻ പോലെ പാസ്കൽ, ഐൻസ്റ്റീൻ ഇവരുടെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പറയുന്നു പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററിയാണ് എന്ന് വെച്ചിട്ട് ദൈവം അത് ക്രൂരനോ ഒന്നും ഉത്തരം തരാണ്ട് പറഞ്ഞിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യത്തിനും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഡോർസ് തുറന്നിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനൊരു പരിധിയും വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ട് നമുക്കറിയാൻ പറ്റില്ലെങ്കിലും പകുതി വരെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബട്ട് നമ്മൾ ആളുകൾ അതൊന്നും തന്നെ നോക്കുന്നില്ല, ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പ്രകൃതിയുടെ നിഗൂഢതകളോ അല്ലെങ്കിൽ രഹസ്യങ്ങളോ ഒന്നും മനസ്സിലാക്കാണ്ട് കാർഡ് കളിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്നാണ് ആനി ഡില്ലാർഡ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്കിൽ പറയുന്നത്. സോ ദ ഫസ്റ്റ് പാർട്ടിൽ യു ക്യാൻ സീ ദ വിഷൻ ഓഫ് നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, മാർവൽസ് ഓഫ് നേച്ചർ, അതാണ് ഫ്രോഗ്, വാട്ടർ ബഗ് അതിനെക്കുറിച്ച് പറയുന്നു. ദെൻ വാട്ടർ ബഗ് അതുപോലെ തന്നെ കാർണിവോറസ് ആനിമൽസ് എങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിലാണ് ഫിലോസഫിക്കൽ ഓർ റിലീജിയസ് പാർട്ട് കയറി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഖുറാനെയാണ് എടുത്തേക്കുന്നത്. ഈ ഭൂമി അല്ലെങ്കിൽ ഹെവൻ ഇതൊക്കെ തമാശയ്ക്കാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, തമാശയ്ക്കല്ല, ഓരോന്നിനും ഓരോ പർപ്പോട്ട് ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ദെൻ പാസ്കൽ പറഞ്ഞിട്ടുള്ള ദേവു സബ്സ്കാൻഡിറ്റേഴ്സ്, അതായത് ഹിഡൻ ഗോഡ് എന്നുള്ള ഒരു ആശയം പറയുന്നു. ദെൻ പിന്നെ ഐൻസ്റ്റീൻ പറയുന്നതാണ് ഗോഡ് ഈസ് സബ്റ്റിൽ ബട്ട് നോട്ട് മെലീഷ്യസ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വെച്ചിട്ട് അദ്ദേഹം ക്രൂരനൊന്നുമല്ല എന്ന് പറയുന്നു. പിന്നെ ആനി ഡില്ലാർഡ് പറയാണ് ദൈവം എല്ലാറ്റിനും ബാർസ് ആൻഡ് ഡോർസ് വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ അവിടം വരെ, ആ ബാർസ് ആൻഡ് ഡോർസ് വരെ എത്താൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ടൈം വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.